പ്രേക്ഷകർ ഒരുപാട് സ്നേഹം നമുക്ക് തരുമ്പോൾ ഒരാളുടെ കാര്യം കൂടി പ്രത്യേകം എടുത്തു പറയുന്നു. 24-ന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. മാത്രമല്ല നമ്മുടെയൊക്കെ വലിയ ഒരു അഭ്യുദയകാംക്ഷിയുമാണ്. ന്യൂസിലാൻഡിലുള്ള അവിടെ ജോലി ചെയ്യുന്ന പത്മകുമാർ നായർ. അപ്പോൾ ഓക്ലൻഡിലാണ് പത്മകുമാർ ചേട്ടൻ. നാട്ടില് തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ വീട്. ബ്രിജിനെ കാണാൻ വന്നിരുന്നു തോന്നുന്നു. അതെ 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 ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ എന്നോട് എനിക്ക് എപ്പോഴും എന്താണ് പറയുക വലിയ അപ്രീസിയേഷൻ ഒക്കെ തരുന്നൊരു ചേട്ടനാണ്. നമ്മൾ വലിയ കാര്യമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ മെസ്സഞ്ചറിലൂടെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഇവിടെ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിയിൽ വന്നു. അങ്ങനെ പക്ഷെ കാണാൻ പറ്റിയില്ല. കാരണം എനിക്ക് നമ്മുടെ ഷിഫ്റ്റ് ഈവനിങ് ആണ്, ചേട്ടൻ രാവിലെയാണ് എത്തിയത്. പക്ഷെ എന്നാലും ഇവിടെ പറഞ്ഞ് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടാണ് പോയത്. എനിക്ക് കിട്ടിയില്ലട്ടാ. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അതിനെക്കുറിച്ചും കൃത്യമായി തന്നെ പറഞ്ഞു. ആ അനുഭവം വളരെ പോസിറ്റീവായിട്ട് തോന്നി. അപ്പോൾ ആ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം നമുക്ക് തന്നിട്ടുമുണ്ട് പത്മകുമാർ ചേട്ടൻ. മാത്രമല്ല മികച്ചൊരു ഗായകനാണ് അദ്ദേഹം. ഒരു പാട്ടും പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ടും വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്വൂ നീ എന്തു ചെയ്വൂ നീ ഹർഷബാഷ്പം തൂകി. ഹായ് പ്രജിൻ, പത്മകുമാർ, ഓക്ലൻഡ്, ന്യൂസിലൻഡ്. നാട്ടിൽ വന്നു ഓഗസ്റ്റ് 15. പ്രജിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ശ്രമിക്കുകയും ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഷിഫ്റ്റിലില്ല. യു സ്റ്റാർട്ടഡ് ലേറ്റ്. ദാറ്റ്സ് ഓക്കെ, ദർ ഇസ് ഓൾവേസ് എ ടുമോറോ. എനിവേ ഐ ഹാവ് ടു ഷെയർ സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആലുവയിലോട്ട് കലൂർ സ്റ്റേഷനിൽ നിന്ന് പോവുമായിരുന്നു മെട്രോയിൽ. എന്നിട്ട് അവിടെ ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ സ്ലിപ്പ് ചെയ്ത് വീണു. കുറേ ബ്ലീഡിങ്, 2-3 സ്റ്റിച്ച് ഇട്ടു. ബട്ട് ഓൾ ഐ വോണ്ട് ടു ഷെയർ ഇസ് അവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു എന്താ പറയണ കമ്പാഷൻ. അയ്യോ, എത്ര കമ്പാഷനേറ്റ് ആയിട്ട് എന്നെ നോക്കി എന്നുള്ളത്. അവരെല്ലാവരും ഒട്ടനെ തന്നെ ആംബുലൻസ് വിളിക്കാനും വീൽ ചെയർ കൊണ്ടുവരാനും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വീട്ടിൽ വന്നിട്ട് നെക്സ്റ്റ് 3 days ദേ റാങ് ആൻഡ് ഫൗണ്ട് ഹൗ ഐ ആം. എനിക്ക് ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ. ഇത്രയും നല്ല സ്റ്റാഫ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന്. സോ ഇവിടെ അപ്പൻഡേഴ്സ് പ്രജിനെ കാണാൻ വന്ന അന്ന് ഞാൻ നേരെ കലൂർ സ്റ്റേഷനിൽ പോയി. എന്നിട്ട് ഐ ഗേവ് ദം ദ അക്നോളജ്മെൻറ്റ് ആൻഡ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്ഫുൾനെസ്. അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്ര നന്നായി അവർ നോക്കിയത്. കലൂർ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് യൂഷ്വലി ദേ ഗെറ്റ് ഓൺലി നെഗറ്റീവ് കമൻറ്റ്സ്. ഇത് ഭയങ്കര സന്തോഷം അവർക്കും. പക്ഷേ ദേ റിയലി deserve the appreciation. Anyway, coming back to the point, പ്രജിനെ കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഇയർ വിൽ ഡെഫിനറ്റ്ലി മീറ്റ്. അപ്പോൾ പ്രജിൻ്റെ ഒരുപാട് ഇഷ്ടമുള്ള പത്മകുമാർ ചേട്ടനാണ് ആ നല്ലൊരു അനുഭവം പങ്കുവെച്ചത്. നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റി. പക്ഷേ അതിൽ മെട്രോ ജീവനക്കാരുടെ ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടലിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങളത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. യെസ്.